പണത്തോടുള്ള ആർത്തിമൂത്ത് സ്വന്തം ഭാര്യയെയും കുഞ്ഞുങ്ങളെയും ഇല്ലാതാക്കിയ ആ ക്രൂരൻ ഒടുവിൽ കുടുങ്ങിയിരിക്കുന്നു. 12 വർഷം മുൻപ് കേരളം കേട്ടുനടുങ്ങിയ അരീക്കോട് കൂട്ടക്കൊലക്കേസിലെ മുഖ്യപ്രതിയായ വാവൂർ കൂടാംതൊടി മുഹമ്മദ് ഷരീഫിനെയാണ് കർണാടകയിലെ പരപ്പന അഗ്രഹാരത്തിൽ വെച്ച് പ്രത്യേക അന്വേഷണ സംഘം സാഹസികമായി പിടികൂടിയത്. ആസൂത്രിതമായ കൊലപാതകത്തിന് ശേഷം നിയമത്തിന് മുന്നിൽ നിന്ന് വഴുതിമാറി നടന്ന ഇയാൾക്കിനി അഴികൾക്കുള്ളിൽ കിടന്ന് നരകിക്കേണ്ടി വരും. വാവൂർ കൂടാംതൊടി മുഹമ്മദ് ഷരീഫിനെയാണ് വെള്ളിയാഴ്ച പകൽ 3:30 കർണാടകയിലെ പരപ്പ അഗ്രഹാരത്തിൽ വെച്ച് പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയത്. ഭാര്യയെയും 2 കുട്ടികളെയും വെള്ളക്കെട്ടിലേക്ക് തള്ളിയിട്ട് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ്. പ്രതിയെ കണ്ടെത്തുന്നതിനായി പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കർണാടകയിലെ പരപ്പ അഗ്രഹാരത്തിൽ ഇയാൾ താമസിക്കുന്നതായി കണ്ടെത്തിയ കൊണ്ടോട്ടി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം പ്രതിയെ അവിടെയെത്തി അതിസാഹസികമായി പിടികൂടുകയായിരുന്നു. 2015 കേസിൽ സാക്ഷ്യവിസ്താരം നടക്കുന്നതിനിടെ ജാമ്യത്തിൽ ഇറങ്ങിയ പ്രതി ഒളിവിൽ പോവുകയായിരുന്നു. ഒളവട്ടൂർ മായങ്കരത്തടത്തിൽ സാബിറ 21 വയസ്സ്, മക്കളായ ഫാത്തിമ ഫിദ 4 വയസ്സ്, ഹൈഫ 2 വയസ്സ് എന്നിവരെ വെള്ളക്കെട്ടിൽ തള്ളിയിട്ട് കൊലപ്പെടുത്തിയ കേസിലാണ് ഷരീഫ് അറസ്റ്റിലായത്. 2013 ജൂലൈയിലായിരുന്നു സംഭവം നടന്നത്. പെരുന്നാളിന് വസ്ത്രങ്ങൾ എടുത്ത ശേഷം കുടുംബവുമായി വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെ ടയർ പഞ്ചറായാണ് അപകടമുണ്ടായതെന്നാണ് ഷരീഫ് പറഞ്ഞിരുന്നത്. മരിച്ച 2 വയസ്സുകാരിയുടെ മൃതദേഹവുമായി സമീപത്തെ വീട്ടിലെത്തി ഇയാൾ തന്നെയാണ് സംഭവം പുറത്തറിയിച്ചത്. എന്നാൽ പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ കൃത്യമായി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ കൂട്ടക്കൊലയാണെന്ന് വ്യക്തമാവുകയായിരുന്നു. ഭാര്യയുടെ പേരിലെടുത്ത 10 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് തുക സ്വന്തമാക്കി പുതിയ വിവാഹം കഴിച്ച് ജീവിക്കുകയായിരുന്നു പ്രതിയുടെ ലക്ഷ്യമെന്ന് പോലീസ് കണ്ടെത്തി. കുറ്റകൃത്യം നടന്ന് 76-ാം ദിവസം തന്നെ അന്വേഷണ സംഘം കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. ഇതിനിടെ പ്രതിക്ക് ജാമ്യം കിട്ടി. മഞ്ചേരി സെഷൻസ് കോടതിയിൽ കുറ്റപത്രം വായിച്ചു കേൾക്കാനായി പ്രതി എത്തിയിരുന്നു. 2014 ഏപ്രിൽ 22-നാണ് പ്രതി ഒളിവിൽ പോയത്. സാബിറയുടെ കുടുംബം നീതി തേടി മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയിരുന്നു. എന്തായാലും പതിറ്റാണ്ടുകൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ സാബിറയുടെ കുടുംബത്തിന് നീതി ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ്. സ്വന്തം സുഖത്തിനായി പിഞ്ചു കുഞ്ഞുങ്ങളെ പോലും ഇല്ലാതാക്കിയ ഷരീഫിന് അർഹമായ ശിക്ഷ ലഭിക്കുമോ എന്ന് ഇനി കോടതി തീരുമാനിക്കും. അയാളുടെ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ പോലീസ് അന്ന് കണ്ടെത്തിയത് ഞെട്ടിക്കുന്ന വസ്തുക്കളായിരുന്നു. PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ പേരിൽ നിർമ്മിച്ച വ്യാജ സീലുകൾ, ലൈസൻസ് ഇല്ലാത്ത തോക്കിന്റെ തിരകൾ, ഉത്തർപ്രദേശിലെ കാൺപൂർ പോലുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള ദുരൂഹമായ ബാങ്ക് ഇടപാടുകൾ, നാട്ടിൽ തന്നെയും ഒട്ടേറെ ബാങ്ക് അക്കൗണ്ടുകൾ തുടങ്ങിയവയാണ്. അക്കാലത്ത് കണ്ണൂർ അഴീക്കോട് കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ, വടകര ട്രാഫിക് പോലീസ് സ്റ്റേഷൻ എന്നിവയുടെ നിർമ്മാണത്തിൽ കരാറുകാരന്റെ പങ്കാളിയായി പണം മുടക്കിയിരുന്നതും ഇതേ ഷരീഫായിരുന്നു എന്നതാണ് മറ്റൊരു വിചിത്ര വസ്തുത. ഇയാൾക്ക് ഇതിന് മാത്രം പണം എവിടെ നിന്നാണെന്നതും ദുരൂഹമായിരുന്നു. കേസിൽ കുടുങ്ങുമെന്ന് ഉറപ്പായതോടെ ജാമ്യത്തിലിറങ്ങിയ ഷരീഫ് പിന്നീട് അപ്രത്യക്ഷനായിരുന്നു. പിന്നീട് പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുകയായിരുന്നു. തന്റെ പഴയ ബന്ധങ്ങളെല്ലാം ഉപേക്ഷിച്ച് അയാൾ അദൃശ്യനാവുകയായിരുന്നു. ഇതിനിടെ ഷരീഫ് കൊല്ലപ്പെട്ടെന്നും വിദേശത്തേക്ക് മുങ്ങിയെന്നും പല കഥകൾ നാട്ടിൽ പ്രചരിച്ചു. വർഷങ്ങൾ കടന്നുപോയിട്ടും നീതി ലഭിക്കാത്തതിനെ തുടർന്ന് സാബിറയുടെ പിതാവ് ഒളവട്ടൂർ മായങ്കര തടത്തിൽ മുഹമ്മദ് മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയാണ് ഒടുവിൽ വഴിത്തിരിവായത്.